പ്രീവിയസ് വീഡിയോയിൽ എന്താ റൗട്ട്സ് എങ്ങനെയാണ് നെക്സ്റ്റേഴ്സിൽ ക്രിയേറ്റ് ചെയ്യുന്നത്, അതുപോലെ നെസ്റ്റഡ് റൗട്ട്സ് എന്തൊക്കെയാണ് ഡീറ്റെയിൽ ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഡൈനാമിക് റൗട്ടിംഗ് ആണ്. അതായത് ഇപ്പൊ നമ്മളൊരു പ്രൊജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും സ്റ്റാറ്റിക് ആയിട്ടുള്ള URLs ആയിരിക്കില്ല അല്ലെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ നമുക്ക് പ്രോഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പേജ് എടുക്കാം. അവിടെ പ്രോഡക്റ്റിന്റെ ഐഡിനെ ബേസ് ചെയ്തിട്ട് ചില റൗട്ട്സ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടി വരും അല്ലെ. URLs ഒക്കെ വരും. URLs നമ്മൾ സെലക്ട് ചെയ്യുന്ന പ്രോഡക്റ്റിനനുസരിച്ചിട്ട് ഇങ്ങനെ കണ്ടന്റിനനുസരിച്ച് വേരി ആയിക്കൊണ്ടിരിക്കും അല്ലെ. അപ്പൊ ഈ സിനാരിയോ എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യുന്നതെന്നാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. ഇതൊക്കെ എക്സാമ്പിൾ നമ്മളൊരു യൂസർ പ്രൊഫൈൽ ആണ് എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. അപ്പൊ ആദ്യം നമുക്കൊരു സ്റ്റാറ്റിക് റൗട്ട് ഉണ്ടാകും, യൂസേഴ്സ് എന്ന് പറഞ്ഞിട്ട്. അവിടെ നമ്മുടെ യൂസേഴ്സിനെ ലിസ്റ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ യൂസറിന്റെ ID കൊടുക്കുന്നതിനനുസരിച്ചിട്ട് ആ കറസ്പോണ്ടിങ് റൗട്ട് എങ്ങനെയാണ് ഓപ്പൺ ചെയ്ത് വരുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ. അപ്പൊ ഞാൻ എപ്പോഴും പറയുന്ന പോലെ ആ ഫോൾഡറിന്റെ അണ്ടറിലാണ് റൗട്ട്സ് ക്രിയേറ്റ് ചെയ്യേണ്ടത്. ഒരു യൂസർ എന്ന് പറഞ്ഞിട്ട് ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇതിന്റെ അകത്ത് page.txs ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റാറ്റിക് റൗട്ട് ആണ്. എക്സ്പോർട്ട് ഡിഫാൾട്ട് ഫംഗ്ഷൻ, ഞാൻ യൂസർ എന്നാണ് ഫംഗ്ഷൻ അല്ലെ, യൂസേഴ്സ് എന്നാണ് ഫംഗ്ഷൻ നെയിം കൊടുക്കുന്നത്. അഗെയിൻ റിട്ടേൺ സ്റ്റേറ്റ്മെന്റ്, ഒരു ഡിവിഷൻ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇതിൻ്റെ അകത്ത് ഞാനൊരു H1 ടാഗില് ജസ്റ്റ് യൂസർ ഡീറ്റെയിൽസിനെ കൊടുക്കുന്നുള്ളൂ. ഇത് ഞാൻ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ നമുക്കിത് ലിങ്ക്സ് ഒക്കെ വെച്ചിട്ട് ചെയ്യാം കേട്ടോ. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചു തരാം. ഓക്കെ, ഇനി നമ്മൾ നെസ്റ്റഡ് റൗട്ട്സിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഫോൾഡറിന്റെ അകത്ത് ഒരു ഫോൾഡറും കൂടെ ക്രിയേറ്റ് ചെയ്യുവാണ്. ഇപ്പൊ ഞാൻ ജസ്റ്റ് ഒരു 1.tsx എന്നാട്ടോ ഫോൾഡർ നെയിം കൊടുക്കുന്നത്. അഗെയിൻ ഇതിന്റെ അകത്തൊരു ഫയല് ക്രിയേറ്റ് ചെയ്യുവാണ്, page.tsx. ഇനി കണ്ടന്റ് ഒന്ന് കോപ്പി ചെയ്യുവാണ്. ഇതിന് ഞാൻ യൂസർ ഡീറ്റെയിൽസ് എന്നാണ് ഫംഗ്ഷൻ കൊടുക്കുന്നത്, യൂസർ പ്രൊഫൈൽ എന്ന് കൊടുക്കും. ഓക്കെ, അപ്പൊ നമ്മൾ സ്റ്റാറ്റിക് റൗട്ട്സ് ആണല്ലേ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. അതായത് നമ്മുടെ സെർവറിൽ വരുമ്പോൾ ഫസ്റ്റ് റൂട്ട് റൗട്ട് ഉണ്ട്, /user എന്ന് കൊടുത്താൽ യൂസർ ഡീറ്റെയിൽസിന്റെ റൗട്ട് ഓപ്പൺ ആയി വരും. അഗെയിൻ /1 എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ യൂസർ പ്രൊഫൈലിന്റെ പേജ്. ഇവിടെ നമുക്കൊരു 404 എറർ ആണ് വന്നത്. നമുക്ക് എന്താന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നമ്മളിവിടെ ഫോൾഡർ നെയിം കൊടുത്തപ്പോഴും എന്താ ചെയ്തത്, TXXന്റെ ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലേ. അപ്പൊ നമുക്ക് യൂസർ പ്രൊഫൈലിന്റെ പേജ് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ സ്റ്റാറ്റിക് റൗട്ട്സ് അല്ലേ ക്രിയേറ്റ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിനെ ഡൈനാമിക് ആക്കാം. അതായത് ഏതൊരു യൂസർ ID വരുമ്പോഴും ഈ ഒരു പേജ്, അതായത് നമ്മൾ 2 ടൈപ്പ് ചെയ്യുമ്പോഴും ഈ ഒരു പേജ് ഓപ്പൺ ആവണം. അതുപോലെ 2വിനെ ബേസ് ചെയ്തിട്ട് ആ യൂസർ 2വിന്റെ പ്രൊഫൈലിന്റെ ഡീറ്റെയിൽസ് ഈ പേജിൽ ഡിസ്പ്ലേ ചെയ്യാനും പറ്റണം. അപ്പൊ അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫോൾഡർ നെയിമിലേക്ക് വരിക. ഫോൾഡർ നെയിമിനെ റീനെയിം ചെയ്യുക. അതായത് സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് നമ്മൾ ഒരു വേരിയബിൾ ആയിട്ട് ഇത് ക്രിയേറ്റ് ചെയ്യണം. അതായത് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഇത് കൊടുക്കാം കേട്ടോ. ഞാൻ യൂസർ ID എന്നാണ് കൊടുക്കുന്നത്, നമ്മുടെ യൂസറിന്റെ പേജ് ആയതുകൊണ്ട്. അപ്പൊ നമുക്ക് ഈ ബ്രൗസറിൽ ഏത് ID കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ഫോൾഡറും ഈ കറസ്പോണ്ടിങ് റൗട്ടും നമുക്ക് ആക്സസ് ചെയ്യാം. ഇനി നമ്മൾ ബ്രൗസറിൽ വന്ന് ഏത് യൂസർ ID കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും. നമ്മൾ 2 കൊടുത്തു, 100 കൊടുത്തു, ഏത് യൂസർ ID കൊടുത്തിട്ടുണ്ടെങ്കിലും ഈ പേജ് ഓപ്പൺ ആയിട്ട് വരും. ഇനി നമ്മൾ ഒരു റിയൽ പ്രൊജക്റ്റിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഈ ബ്രൗസറിന്റെ URL നിന്ന് യൂസർ IDനെ എക്സ്ട്രാക്ട് ചെയ്തിട്ട് ആ കറസ്പോണ്ടിങ് ഇപ്പോൾ API റിക്വസ്റ്റ് ചെയ്തിട്ട് ആ കറസ്പോണ്ടിങ് യൂസറിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് വന്ന് ഡിസ്പ്ലേ ചെയ്യൂലേ. അപ്പൊ എങ്ങനെയാണ് യൂസർ ID URL നിന്ന് ഫെച്ച് ചെയ്യുന്നത് നോക്കാം. അതിന് എല്ലാ ആപ്പ് ഡൗട്ടേഴ്സിലും അതിന്റെ ബ്രൗസറിൽ നമ്മൾ കൊടുത്തിരിക്കുന്ന URLന്റെ ഡീറ്റെയിൽസ് അതിന്റെ പാരാമീറ്റേഴ്സ് ആയിട്ട് വരും. നമുക്കത് പാരംസ് എന്ന് പറഞ്ഞിട്ട് ഡീസ്ട്രക്ചറിങ് ചെയ്തെടുക്കാം. അപ്പൊ ഈ പാരാമീറ്റർ ഒബ്ജക്റ്റിന്റെ അകത്ത് കീ വാല്യൂ പേഴ്സ് ആയിട്ടായിരിക്കും ഡാറ്റ ഉണ്ടാവുക. ഇപ്പൊ നമുക്ക് ഈ യൂസർ ID മാത്രമേ ഉള്ളൂ. നമുക്ക് യൂസർ IDനെ എക്സ്ട്രാക്ട് ചെയ്യാം. ഞാൻ യൂസർ ID ഈസ് എന്ന് കൊടുക്കുകയാണ്. ഈസ് എന്ന് കൊടുത്തിട്ട് അതിനെ എക്സ്ട്രാക്ട് ചെയ്യുന്നു, പാരംസ് ഡോട്ട് യൂസർ ID എന്ന് കൊടുക്കുന്നു. ഓക്കെ, എഗെയിൻ നമുക്ക് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കാണാം നമ്മളിവിടെ 100 ആണ് കൊടുത്തിരിക്കുന്നത്. 100 വന്നിട്ടുണ്ട്. നമുക്കിത് മാറ്റിയിട്ട് 200 കൊടുക്കാം. അപ്പൊ 200 കറസ്പോണ്ടിങ് റൗട്ട് വന്നിട്ടുണ്ട്.
ഇനി നിങ്ങൾക്ക് ഇങ്ങനെയും അല്ലാതെ നമുക്കിപ്പോ എന്താ മെയിൻ റൗട്ടിൽ ഇപ്പോ ഫസ്റ്റ് യൂസറിന്റെ റൗട്ട്സിൽ എത്രയാണോ യൂസേഴ്സ് ഉള്ളത് അതിനെ ലിസ്റ്റ് ചെയ്യുന്നതിന്റെ കൂടെ അതിന്റെ ലിങ്ക് ക്രിയേറ്റ് ചെയ്യാം. ലിങ്ക് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഈ യൂസർ ഐ ഡി എന്നുള്ള പേജ് ഡോട്ട് TXT ഫയലിലേക്ക് വന്നിട്ട് അതിന്റെ ഡീറ്റെയിൽസ് ഡിസ്പ്ലേ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യാം കേട്ടോ. അതുപോലെ API റിക്വസ്റ്റിൽ പോയി യൂസറിന്റെ ഡീറ്റെയിൽസ് എടുത്തിട്ട് വന്ന് ഒരു ടേബിളിലോ ഒക്കെ ഡിസ്പ്ലേ ചെയ്യുന്ന പോലെയൊക്കെ ചെയ്യാം. അതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. ഇന്ന് നമ്മൾ നോക്കിയത് ബേസിക് ആയിട്ട് എങ്ങനെയാണ് ഡൈനാമിക് റൗട്ട്സ് ക്രിയേറ്റ് ചെയ്യുന്നതെന്നാണ്. അതായത് നമുക്ക് ഡൈനാമിക്സ് ആയിട്ട് റൗട്ട് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഫോൾഡർ നെയിം സ്ക്വയർ ബ്രാക്കറ്റിന്റെ അകത്ത് അതിന്റെ ഡൈനാമിക് ആയിട്ട് നെയിം കൊടുക്കുക. അതുപോലെ തന്നെ അതുപോലെ തന്നെ ആ റൗട്ടിൽ പാരാമീറ്റേഴ്സ് ആയിട്ട് നമുക്ക് ആക്സസ് ചെയ്യാം. കീ വാല്യൂ പേയേഴ്സ് ആയിട്ട് അതിൽ നിന്ന് വാല്യൂ ആക്സസ് ചെയ്ത് യൂസ് ചെയ്യാം. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്